ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമില് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനത്തിന് വേണ്ടി സെയിന്റ് അനസ്താസ്യ കത്തീഡ്രൽ ദേവാലയത്തിൽ ആണ് വന്നിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട് ഇപ്രാവശ്യം. കാരണം നമ്മൾ പറയില്ലേ, ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ, അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ധ്യാനം നടക്കുന്ന ദിവസങ്ങളിൽ തന്നെയും ഈ ധ്യാനം നടക്കുന്ന കത്തീഡ്രൽ തന്നെയും പരിശുദ്ധ മാതാവിന്റെ ശിരോവസ്ത്രവും യൗസേപിതാവിന്റെ ഉടുപ്പും സൂക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം 400 മുതൽ 4-ാം നൂറ്റാണ്ട് മുതൽ ഉടുപ്പും ശിരോവസ്ത്രവും ഈ കത്തീഡ്രൽ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വത്തിക്കാന്റെ കീഴിലുള്ളതാണ്. തീർച്ചയായിട്ടും വത്തിക്കാന്റെ കീഴിലാണ് ഈ കത്തീഡ്രൽ ഉള്ളത്. പക്ഷെ 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കത്തീഡ്രല് സീറോ മലബാർ സഭയ്ക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം ഈ 2024 ബാബുച്ചന്റെ പ്രത്യേക ഇടപെടൽ മൂലം അതൊരു പൊതുവണക്കത്തിനായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് വന്ന് കണ്ട് പ്രാർത്ഥിച്ചൊക്കെ പോകാവുന്ന രീതിയിൽ കഴിഞ്ഞ വർഷം തുറന്നു കൊടുക്കുകയുണ്ടായി. ഈ വർഷം വത്തിക്കാനിൽ നിന്നും അനുമതി ലഭിച്ചിരിക്കുന്നത് മെയ് 1-ാം തീയതിയും 4-ാം തീയതിയുമാണ് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഈ 2 ദിവസങ്ങളിലും ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ധ്യാനമുണ്ട്. 1-ാം തീയതിയുണ്ട്, 4-ാം തീയതിയുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമുക്ക് കിട്ടിയൊരു ഒരു വളരെ സന്തോഷപ്രദമായ ഒരു സാഹചര്യമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അതോടൊപ്പം തന്നെ റോമിലോ ഇറ്റലിയിലോ ഈ പരിസരത്തുള്ളവർക്കൊക്കെ വന്ന് വത്തിക്കാൻ സന്ദർശിക്കാൻ വരുമ്പോൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ടൂംബ് സന്ദർശനത്തിനായിട്ട് വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വർഷത്തിൽ 2 ദിവസമാണ് നമുക്കിത് തുറന്നു തന്നിരിക്കുന്നത്. ഇല്ലാത്തൊരു ചരിത്രമാണത്. ഇത് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ സാഹചര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ ദിവസങ്ങളിൽ ദിവസം മറക്കണ്ട, മെയ് 1-നും 4-ാം തീയതി മാത്രമാണ് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവിടെ സന്ദർശിക്കുന്നവരോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും റോമും ഇറ്റലിയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ സമയമൊന്ന് ക്രമീകരിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല കോണുകളിലായിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ വരാൻ പറ്റില്ലായിരിക്കാം, കുഴപ്പമില്ല. ഞാൻ ആ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ ഈ കത്തീഡ്രലുണ്ട്, സിസ്റ്റേഴ്സിനും അൽമാർക്കുള്ള ധ്യാനമായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി അയക്കാവുന്നതാണ്. ഈ കത്തീഡ്രൽ ദേവാലയത്തിലും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ടൂംബ് കാണാനുള്ള സന്ദർശിക്കുവാനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം, ധ്യാനങ്ങൾ നന്നായിട്ട് പോകാനായിട്ട്. ഈശോയുടെ പ്രത്യേക സാന്നിധ്യം, പ്രത്യേകിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.